നാണമില്ലേ നിങ്ങൾക്ക്? സ്പോർട്സ് കോളേജിലെ കുട്ടികളാണെന്ന് പറഞ്ഞ് നടക്കാൻ. നിങ്ങൾ തമ്മിൽ വാശിയോ വൈരാഗ്യമുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഇങ്ങനെ തമ്മിൽ തല്ലിയല്ല, പരസ്പരം മത്സരിച്ച് കഴിവ് തെളിയിച്ചിട്ടാണ്. അല്ലാതെ സാധാരണ കോളേജിലെ കുട്ടികളെ പോലെ വഴക്കൂടാനാണെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ ഒന്നും മിണ്ടാത്തത്? സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത പാപ്പരാസികള്. ഞാനിവിടെ ചാർജ് എടുത്തിട്ട് 10 വർഷത്തിനുള്ളിൽ ആദ്യത്തെ സംഭവമായത്. ആ നിലയ്ക്ക് ശിക്ഷ നൽകാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കുഞ്ഞവരാണ്. സോ ഇതിനുള്ള ശിക്ഷയായിട്ട് 1000 രൂപ ഫൈൻ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഈടാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഈ തുക അടയ്ക്കാത്ത പക്ഷം കോളേജ് ഗ്രൗണ്ടിന് ചുറ്റും 50 പ്രാവശ്യം ഓടണം. ഓട്ടം പൂർത്തിയാക്കാത്ത പക്ഷവും ഈ തുക അടയ്ക്കേണ്ടതായി വരും. അണ്ടർസ്റ്റാൻഡ്? ഇവയിലേതെങ്കിലും ഒന്നിന് വിധേയരാവാതെ ഇനി രണ്ടുപേരും ക്ലാസ്സിൽ കയറുണ്ടാവും. ഓക്കെ, യു ക്യാൻ ഗോ നൗ. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 400 മീറ്റർ അല്ലേ? അപ്പൊ 50 റൗണ്ട് ആവുമ്പോൾ 20 കിലോമീറ്റർ വരില്ലേ? 20 കിലോമീറ്ററോ? ഓ മൈ ഗോഡ്, അതിലും ഭേദം 1000 രൂപ അടയ്ക്കുന്നത്. ടീനു പയനടിക്കാൻ പോയി കഴിഞ്ഞു. സോറി, ഒന്ന് മാറണേ, ഒന്ന് മാറണേ ചേട്ടാ. കുറച്ച് പൈസയുടെ കുറവുണ്ട്. പറ്റില്ല, അത് ശരിയാവില്ല. അല്ല ചേട്ടാ, നടക്കില്ല. ഇവിടെ റൊക്കം ക്യാഷുള്ള ചേട്ടാ, ചേട്ടാ പ്ലീസ് ഒന്ന് അനുസരിച്ച്. അവൻ ഓവർ സ്മാർട്ട് ആവാനുള്ള ശ്രമമാണ്. അവനാണ് ആൺകുട്ടി. പക്ഷേ ഓടി തീർക്കോ? തീർന്നാലും ഇല്ലെങ്കിലും അവൻ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഐ റെസ്പെക്ട് ഹിം. അർജുൻ 48 റൗണ്ട് കഴിഞ്ഞു. ഇനി 2 റൗണ്ടേ ബാക്കിയുള്ളൂ. ആംബുലൻസ് വിളിക്കേണ്ടി വരുമോ? പാവം, ബോള് ബാസ്കറ്റ് ചെയ്യും പോലെ എളുപ്പമാണെന്ന് വിചാരിച്ചു കാണും. വീണു പോവോ സാർ? Come on.
ഇന്നത്തെ സംഭവം അത്ര നിസ്സാരമായി കണ്ടുകൂടാ. 20 കിലോമീറ്റർ ഓടുക, അതും ലാസ്റ്റ് റൗണ്ട് അവിശ്വസനീയമായ വേഗത്തിൽ ഓടിത്തീർക്കുക. ഇറ്റ് ഈസ് സംതിങ് ഇൻക്രെഡിബിൾ. എനിക്ക് തോന്നുന്നത് ഈ വർഷത്തെ സൗത്ത് സോൺ മീറ്റിൽ നമ്മുടെ കോളേജിന് വേണ്ടി പലതും നേടിത്തരാൻ അർജുന് കഴിയുമെന്ന്. ഏതൊക്കെയാണ് അവന്റെ ഐറ്റംസ്? 100, 200 ഓട്ടം, 4x400 റിലേ, പിന്നെ ഹൈ ജമ്പ്. എന്റെ അഭിപ്രായത്തിൽ ഹൈ ജമ്പിനേക്കാളും കൂടുതൽ അർജുൻ ഷൈൻ ചെയ്യാൻ പോകുന്നത് ഓട്ടത്തിലാണ്. എന്തായാലും എനിക്കെന്തോ വല്ലാത്ത പ്രതീക്ഷ തോന്നുന്നു. ഇപ്രാവശ്യത്തെങ്കിലും ചാമ്പ്യൻഷിപ്പ് നമുക്ക് തന്നെ കിട്ടുമെന്നൊരു തോന്നൽ. എന്താ കുഞ്ഞവറാൻ സാറിനൊരു ചിരി? നമുക്ക് കപ്പ് കിട്ടുന്ന കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ. അത് കപ്പ് കിട്ടിയതിന് ശേഷം പോലെ അപ്പോഴും ചിരിക്കാം. Shut up. ഞാൻ ഇത്തിരി നേരത്തെ ചിരിച്ചാൽ അങ്ങനെ തന്നെ ചേതം. സ്പോർട്സ് സാറിന് ചിരിക്കാൻ മേലെ. പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് താൻ അവിടെ കറങ്ങി നടക്കണോ? ഞാനിത്തിരി യൂറിൻ പാസ് ചെയ്യാൻ പോയ സാർ. അതിനും പ്രാക്ടീസ് വേണം. എപ്പോഴെപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തനിക്ക് എന്നാണോ കുഴപ്പം? എന്റെ യൂട്രസ് എന്തോ കംപ്ലൈന്റ് ആണ്. ഓ ഐ എം സോറി. അതാണോ? എന്നാ പോയി ഒഴിച്ചോ. എവനെ പ്രസവിക്കോ ഇവിടെ? സാറേ ഹാമർ വരുന്നു, പിടിച്ചോ. ദേ ഗൗരി, ഞങ്ങൾ കാലു മാറി കേട്ടോ. ഇപ്പൊ ഞങ്ങളെല്ലാം അർജുന്റെ കൂടെയാ. അതെ, നമ്മൾ വിചാരിച്ചല്ല. ആള് മിടുക്കനാ. നേരത്തെ പറഞ്ഞില്ലാന്ന് പറയരുത്. വേണേ നീയും കുടിക്കൂ. സോറി. തെന്നിപ്പോയി. ആരോടും പറയല്ലേ. താങ്ക് ഗോഡ്. ഒന്ന് വീണെങ്കിൽ എന്താ, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? അത് ശരി, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. എന്താ ഇവിടെ? ഇവളുടെ പപ്പ ഗൾഫിൽ നിന്ന് പണം അയച്ചു, അതെടുക്കാൻ വന്നതാ. അപ്പൊ ഇന്ന് ട്രീറ്റ് ഉണ്ടാവുമല്ലോ. പിന്നെന്താ? എന്താ ഇത്? ഞാൻ പറയാം. PG അഡ്മിഷനുള്ള ആപ്ലിക്കേഷൻ ഫോം. യെസ് മമ്മി, ഞാൻ എന്റെ ലക്ഷ്യത്തിന് വളരെ അടുത്തെത്തി കഴിഞ്ഞു. ഏതെങ്കിലും ഐറ്റത്തിലോ റെക്കോർഡാണ് PG അഡ്മിഷനുള്ള മിനിമം യോഗ്യത. ഈ വർഷത്തെ ആനുവൽ മീറ്റിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 400 മീറ്റേഴ്സിൽ ഞാൻ അത് നേടിയെടുക്കും. വെരി ഗുഡ്. കഴിഞ്ഞ വർഷം തന്നെ നീ റെക്കോർഡിന് അടുത്തെത്തിയല്ലോ. ഈ വർഷം ഉറപ്പായിട്ട് നിനക്ക് കഴിയും. താങ്ക് യു പപ്പ. ഞാൻ ഈ പ്രാവശ്യം 400 മീറ്റേഴ്സിൽ മാത്രമേ പങ്കെടുക്കുന്നു. ഫുൾ കോൺസെൻട്രേഷൻ ആ ഒരു ഒറ്റ ഐറ്റത്തിന് കൊടുക്കാൻ പോകും. വെരി ഗുഡ്. അപ്പോ നമുക്കിറങ്ങാം. ഇതെന്താ പപ്പ? ആ, പപ്പായ്ക്ക് പോകുന്ന വഴിക്ക് ഒരാളെ കാണാൻ ഒരു വെരിഫിക്കേഷൻ. ശരി. പപ്പ ഇപ്പൊ ഒരു 5 മിനിറ്റ്. അല്ല, മോളും വരുന്നോ? ഇല്ല, പപ്പ പോയിട്ട് വാ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സാറിനെ കാണാൻ വരാനിരിക്കായിരുന്നു. താൻ തന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് ഗവൺമെന്റിന് ഓർഡർ വന്നു, വെരിഫിക്കേഷൻ. ഇപ്പൊ എങ്ങനെയുണ്ടോ തന്റെ അനിയന്? അങ്ങനെ പറയത്തക്ക വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സാർ. അർജുൻ, ഗൗരി ഇവിടെ? എന്റെ പപ്പയായത്.
നിങ്ങൾ പരിചയക്കാരാണോ? ഞങ്ങൾ ഒരേ കോളേജിലല്ലേ, സെയിം ഇയർ. ഓ, ഞാനതൊക്കെ മറന്നു. വരൂട്ടോ. ഏതായാലും ഒരു സർപ്രൈസ് ആയിപ്പോയി. അതെ, എനിക്ക്. അർജുൻ എങ്ങനെ എന്റെ പപ്പയെ അറിയാം? ഞങ്ങള് നേരത്തെ പരിചയക്കാരാ, സ്പോർട്സിലോട്ടുള്ള പരിചയം. ഓ, എന്തൊക്കെ ഉണ്ടോ? സുഖം തന്നെയല്ലേ? സുഖം തന്നെ സാർ. എന്റെ അനിയനാ. താനതല്പം ക്ഷീണിച്ചോ? ഏയ്, സാറിന് തോന്നുന്നതാ. വരൂ. ഞാൻ പറയാറില്ലേ ചേട്ടന്റെ കൂടെ പഠിക്കുന്ന ഒരു ഗൗരി ചേച്ചിയെ പറ്റി? ആ, ഗൗരി ചേച്ചി. ആ ഗൗരി ചേച്ചിയാണ് ഈ ചേച്ചി, സാറിന്റെ മോളാ. ആഹാ, വാ വാ, എല്ലാരും അകത്തേക്ക് വാ. വാടാ. വാ അമ്മേ, സാർ അകത്തേക്ക് ഇരിക്കാം. അമ്മ ഒന്നിങ്ങ് വന്നേ. അമ്മേ, ഇത് ചന്ദ്രദാസ് സാറിന്റെ മോളാ, ഗൗരി ചേച്ചി. എന്തായാലും നിങ്ങളൊന്നും ദിവസം കൊള്ളാം. ഇന്ന് ഇവന്റെ ബർത്ത്ഡേ. ഓഹോ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സാർ. ചേച്ചി വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. വാ ചേച്ചി. ചെല്ലുമോളെ. ചേച്ചി, അത് കണ്ടോ? ചേച്ചി വന്നേ, വാ. ഇവന്റെ കൂടെ കളിച്ചാ ഞാൻ ബാസ്കറ്റ് ചെയ്യാൻ പഠിച്ചത്. ഞങ്ങൾ പോട്ടെ മോനെ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലേ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. അതൊക്കെ പിന്നീട് ഒരിക്കലാകാം. എനിക്ക് 11 മണിക്ക് ഓഫീസിലെത്തണം. എന്നാ ഗൗരി ചേച്ചി ഇവിടെ നിക്കട്ടെ, സാറ് പോയിട്ട് വാ. മോള് ഇവിടെ നിക്കട്ടെ അല്ലേ? ഇവരെല്ലാം നിർബന്ധിക്കുന്നതല്ലേ. മോൾ ഇവിടെ നിന്നോളൂ. പപ്പ വണ്ടി അയക്കാം. എന്താ സന്തോഷായില്ലേ? ഇതെല്ലാം അനിലിന് കിട്ടിയതാണോ? അല്ല, പാതി ഏട്ടന്റെതാ. സ്കൂളിലും പ്രീ ഡിഗ്രിക്കായിട്ട് കിട്ടിയതാ. സത്യത്തിൽ അർജുനെ കണ്ട ഇത്രയും പ്രശ്നമുള്ള ഒരാളാണെന്ന് പറയുകയില്ല. എന്താ എന്റെ വേഷവും നടപ്പൊക്കെ കണ്ടിട്ടാണോ? ഈ കോലം കെട്ടലൊക്കെ അവന്റെ നിർബന്ധം കൊണ്ടാ, അവന്റെ സന്തോഷത്തിന് വേണ്ടിട്ടാ. അർജുൻ, അനിയൻ എന്താ പറ്റിയത്? അർജുന് വിഷമമുണ്ടെങ്കിൽ പറയണ്ട. വിഷമമുണ്ട്, എന്നാലും പറയാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങള് ഗൗരി മറ്റാരോടും പറയരുത്. ഇവിടെ വെച്ച് എന്നെ മറന്നേക്കണം. ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്നോട് സിമ്പതി കാണിച്ചാ ഞാൻ തളർന്നു പോകും. അതുകൊണ്ടാ. ഞാൻ ആരോടും പറയില്ല. അർജുൻ എന്നെ വിശ്വസിക്കാം. ഗൗരി ഇപ്പൊ കാണുന്ന ഈ അനിയില്ലേ, ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്റെയും എന്റെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെ ഒക്കെ പ്രതീക്ഷ അഭിമാനമായിരുന്നു അവൻ. കളിക്കളത്തിലെ മിന്നുന്ന താരം. അച്ഛന്റെ മരണശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്ക് വെച്ചിന്റെ പഠിത്തം നിർത്തി കൃഷിപ്പണി ചെയ്യേണ്ടി വന്നപ്പോ പോലും എനിക്ക് വിഷമമുണ്ടായിരുന്നില്ല. എനിക്ക് നേടാൻ കഴിയാത്തത് അവനെ കൊണ്ട് നേടിയെടുക്കണമെന്ന ചിന്തയായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവനെ. അവന്റെ ഓരോ വിജയവും എന്റെ വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.